நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 5-ാം അധ്യായത്തിലെ അനുഭോഗശുദ്ധിയിലെ അടുത്ത ഒരു പാഠലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മുമ്പ് നീ എനിക്കെല്ലാം തക്കതാം വിധം നൽകി, നിന്നുടെ ദാസന്മാരെ മുറുകെ പിടിച്ചു ഞാൻ. എന്നിട്ടും നാരിയുടെ അധരം തുടിച്ചതും മേനിയിൽ നിന്നും ആട വഴുതി നീങ്ങുന്നതും തൂനെറ്റി വിയർത്തതും കണ്ട് ഞാൻ മോഹമാർന്നേ. അപ്പോൾ എന്താ നോക്കൂ, നാരിയുടെ അധരം തുടിച്ചതും മേനിയിൽ നിന്നും ആട വഴുതി നീങ്ങുന്നതും തൂനെറ്റി വിയർത്തതും കണ്ട് ഞാൻ മോഹമാർന്നു. അപ്പോൾ നാരീ സൗന്ദര്യത്തിൽ ഞാൻ വീണ്ടും മോഹമാർന്നു നിന്നു. അപ്പോൾ അതിനു മുമ്പ് നീ എനിക്കെല്ലാം തക്കതാം വിധം നൽകി, നിന്നുടെ ദാസന്മാരെ മുറുകെ പിടിച്ചു ഞാൻ. അപ്പോൾ ഞാൻ ശിവപാതയിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ശിവമാർഗത്തിലൂടെ ഞാൻ എൻ്റെ ആത്മീയ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയം മുമ്പ് നീ എനിക്കെല്ലാം തക്കതാം വിധം നൽകി. എനിക്ക് എന്താണോ ആവശ്യം അതെല്ലാം നീ നൽകി. ഞാൻ എന്താണോ ആത്മീയ യാത്രയിൽ എനിക്ക് വേണ്ടത് അതെല്ലാം എൻ്റെ ഭഗവാൻ ശിവൻ എനിക്ക് നൽകി. അങ്ങനെ നിന്നുടെ ദാസന്മാരെ മുറുകെ പിടിച്ചു ഞാൻ. നിൻ്റെ ഭക്തന്മാരോടൊത്ത് സന്മാർഗത്തിലാണ് ഞാൻ എപ്പോഴും കഴിഞ്ഞിരുന്നത്. ആ സന്മാർഗത്തിൽ യാത്ര ചെയ്ത് സത്സംഗത്തിലൂടെയാണ് ഞാൻ ജീവിച്ചത്. അങ്ങയുടെ ദാസന്മാരോടൊത്ത്, അങ്ങയുടെ അടിയാന്മാരോടൊത്താണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ എപ്പോഴും ശിവചിന്തയിൽ മുഴുകിക്കഴിഞ്ഞിട്ട് കൂടി അല്ലയോ ഭഗവാൻ, എനിക്ക് നാരിയുടെ അധരം തുടിച്ചതും മേനിൽ നിന്ന് ആട വഴുതി നീങ്ങുന്നതും കണ്ട് ഞാൻ മോഹമാർന്നു പോയി. അതായത് വീണ്ടും ഞാൻ ഭോഗാസക്തിയിൽ മുഴുകിപ്പോയി എന്നാണ് പറയുന്നത്. ശിവമാർഗത്തിൽ കൂടി യാത്ര ചെയ്തിട്ടും ഞാൻ ലൗകിക ജീവിതത്തിൻ്റെ ആസക്തിയിൽ നാരീ സൗന്ദര്യത്തിൽ മുഴുകി നാരീ സുഖത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഞാൻ അതിലേക്ക് ഭൗതിക സുഖത്തിലേക്ക് വേണ്ടി വഴുതി വീഴാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു സാധകൻ്റെ ആത്മീയ യാത്രയിൽ ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ശിവമാർഗത്തിലൂടെ ചരിക്കുമ്പോഴും നാരീ സൗന്ദര്യത്തിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥ ഒരു സാധകന് ചിലപ്പോഴെങ്കിലും ഉണ്ടാകും. സന്യാസിമാരുടെ ജീവിതത്തിലും നമുക്കിത് കാണാൻ കഴിയും. വിശ്വാമിത്രൻ്റെ ജീവിതത്തിൽ നാം കണ്ടതാണ്. ജിതേന്ദ്രിയനായ വിശ്വാമിത്രൻ, തപസ്സിൻ്റെ മഹാലോകത്തിലേക്ക് ഉയർന്ന വിശ്വാമിത്രന് പോലും മേനകയെ കണ്ടപ്പോൾ ഭൗതിക ജീവിത ആസക്തിയിലേക്ക് അദ്ദേഹം വീണു പോകുന്നത് നാം ഒരു നിമിഷം കണ്ടതാണ്. അപ്പോൾ ഇതേപോലുള്ള അനുഭവങ്ങൾ ഏതൊരു ആത്മീയ യാത്രയിൽ പിന്തുടരുന്ന ഒരു സാധകന് ഉണ്ടാകും. പക്ഷേ ആ സാധകൻ്റെ ആ യാത്രയെ വീണ്ടും പിന്തുണയ്ക്കാൻ ഭഗവാൻ വീണ്ടും അയാൾക്ക് ഇതാ നോക്കൂ, മുമ്പ് നീ എനിക്കെല്ലാം തക്കതാവിധം നൽകുന്നു. അങ്ങനെ ഒരു സാധകന് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം ഭഗവാൻ നൽകും. അയാളെ ആത്മീയ യാത്രയിൽ തുടരാൻ ശിവഭഗവാൻ അയാൾക്ക് അനുഗ്രഹവർഷം ചൊരിയുകയും ചെയ്യും. അപ്പോൾ ഒരു സാധകൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഒരു സാധകൻ സന്യാസിയാണെങ്കിലും സന്യാസ ജീവിതത്തിൽ മുഴുകി ജീവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ചിലപ്പോൾ ചില നിമിഷങ്ങളിൽ ആ ഭോഗാസക്തിയിലേക്ക് വഴുതി വീഴും. അപ്പോഴെല്ലാം
അദ്ദേഹം മനസ്സിനെ നിയന്ത്രിച്ച് വീണ്ടും ശിവമാർഗത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതായത് ഒരു ഹോമപക്ഷിയുടെ ഒരു ഹോമപക്ഷിയുടെ അമ്മ എങ്ങനെയാണ് ഒരു ഹോമപക്ഷി കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. അത് രസകരമായൊരു കഥയാണ്. അതായത് ഹോമപക്ഷി ആകാശത്തിൽ മാത്രമേ പറന്നു നടക്കുകയുള്ളൂ, ഭൂമിയിലേക്ക് ഒരിക്കലും ഇറങ്ങി വരില്ല. അതുകൊണ്ട് ചിതാകാശത്തിൽ പറന്നു നടക്കുന്ന ഹോമപക്ഷി മുട്ടയിടും. ആ മുട്ട താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോൾ അന്തരീക്ഷത്തിലെ ആ ചൂടിൻ്റെ ഫലമായിട്ട് ആ മുട്ട വിരിയും. മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വരും. കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അമ്മയെ അന്വേഷിക്കും. അമ്മയെ അന്വേഷിക്കുമ്പോൾ മുകളിൽ നിന്ന് അമ്മ കുഞ്ഞിനെ വിളിക്കുന്ന ആ ശബ്ദം ആ കുഞ്ഞ് കേൾക്കും. ഉടനെ മുകളിലേക്ക് പറക്കാൻ ശ്രമിക്കും. എത്ര മുകളിലേക്ക് പറക്കാൻ ശ്രമിച്ചാലും കുഞ്ഞ് ആ ചിറക് വിടർത്തി നിൽക്കുമ്പോൾ തന്നെ അത് താഴേക്ക് പതിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൊണ്ട് ആ ചിറക് ഉണങ്ങുകയും ചിറകിന് കുറേശ്ശെ ശക്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അത് വീണ്ടും മേലോട്ട് പറക്കാൻ ശ്രമിക്കും. അപ്പോൾ വീണ്ടും അത് അതിൻ്റെ കനം കൊണ്ട് താഴേക്ക്, ഗുരുത്വാകർഷണം കൊണ്ട് താഴേക്ക് പതിക്കും. വീണ്ടും അത് മുകളിലേക്ക് പറക്കാൻ ശ്രമിക്കും. അങ്ങനെ അനേകം തവണ മുകളിലേക്കും താഴേക്കും പറന്ന് അത് പറക്കാൻ പഠിക്കുന്നു. അങ്ങനെ പറക്കാൻ പഠിച്ച അവസാനം ഈ പക്ഷിക്കുഞ്ഞ് തൻ്റെ അമ്മയായ ഹോമപക്ഷിയുടെ അടുത്തേക്ക് ചിതാകാശത്തിലേക്ക് പറന്നുയരുന്നു. അപ്പോൾ ഒരു ഹോമപക്ഷിയുടെ കുഞ്ഞ് എപ്രകാരമാണോ താഴേക്ക് പതിച്ചിട്ട് അത് വീണ്ടും മുകളിലേക്ക് പൊങ്ങാൻ ശ്രമിക്കുന്നത്, അതേപോലെയാണ് ഒരു സാധകൻ്റെ യാത്ര. ഇതിന് സമാനമായൊരു നോവല് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷിയുടെ ഈ പറക്കാനുള്ള ആത്മീയമായ തലത്തിലേക്ക് പറന്നുയരാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമത്തിൻ്റെ ഒരു നോവൽ ഇംഗ്ലീഷിൽ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതും ഈ ഹോമപക്ഷിയുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ്. പറക്കാൻ പഠിച്ച് മുകളിലേക്ക് പറന്ന് അവസാനം ആത്മീയതയുടെ ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു സീഗളാണ് ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ. അതാണ് ആ നോവലിലെ ഇതിവൃത്തം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഒരു സാധകന് നിരന്തരം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഭഗവാൻ വേണ്ടതെല്ലാം നൽകിയാലും, എനിക്കെല്ലാം തക്ക വിധം നീ നൽകിയാലും, നിന്നോട് ദാസന്മാരെ ഞാൻ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഭോഗാസക്തി ചിലപ്പോഴെങ്കിലും എന്നെ താഴേക്ക് പിടിച്ച് വലിക്കാറുണ്ട്. അപ്പോഴെല്ലാം അല്ലയോ ഭഗവാൻ അവിടുന്ന് എന്നെ കാത്തുരക്ഷിക്കുകയും എന്നെ ആ ചിതാകാശത്തിലേക്ക് പറന്നുയരാൻ സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഒരു തള്ളപ്പക്ഷിയെപ്പോലെ തൻ്റെ പക്ഷിക്കുഞ്ഞിനെ മുകളിലേക്ക് ചിതാകാശത്തിലേക്ക് പറക്കാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നതാണ് ഭഗവാൻ ശിവൻ. അങ്ങനെ ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എല്ലാ വീഴ്ചകളിൽ നിന്നും താഴ്ചകളിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും ആ ആത്മീയതയുടെ ചിതാകാശത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയാറുണ്ട്. ഇതാണ് മാണിക്യവാചക പറയുന്നത്. ഒരു സാധകൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ ജീവിതത്തിലെ അനുഭൂതി തരംഗങ്ങളെയാണ് ഇവിടെ മാണിക്യവാചകർ ചിത്രീകരിക്കുന്നത്. അതായത് ഒരു സാധകൻ്റെ ജീവിതത്തിൽ ആത്മീയ യാത്രയിൽ ഇതേപോലെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. താഴ്ച കണ്ട് ഭയപ്പെട്ട് പിൻവാങ്ങേണ്ട ഒരാവശ്യവുമില്ല. വീണ്ടും ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് ഭഗവാൻ ശിവൻ തന്നെ തക്കതായ സഹായം നൽകി ആ സാധകനെ ഉയർത്തുകയും ചെയ്യും. ഇത് ശിവൻ്റെ ഒരു ലീലാവിലാസമാണ് എന്ന് കരുതിയാൽ മാത്രം മതി. അപ്പോൾ ഭഗവാൻ നൽകുന്ന ചില പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട് ഒരു സാധകൻ. ഈ സംഭവം വളരെ ടച്ചിങ്ങാണ് ഒരു സാധകൻ്റെ ജീവിതത്തിലെ. ഞാനൊരു സംഭവം വിവരിക്കാം. അതായത് ഗുരു നിത്യചൈതന്യയുടെ ഒരു ശിഷ്യയുണ്ട്, സ്വാമിനി കൃഷ്ണമയി രാധാദേവി.
ആ കൃഷ്ണമയി രാധാദേവി നിത്യാനുയാത്ര എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ കൂടെയുള്ള അനുഭവങ്ങളെ സത്യസന്ധമായി ചിത്രീകരിക്കുന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. നിത്യാനുയാത്ര എന്നാണ് സോമിനി കൃഷ്ണമയി രാധാദേവി എഴുതിയ ആ നിത്യ ചൈതന്യയതിയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളുമായിട്ടുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്നത്. നമുക്ക് അതിലെ ഒരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടു. ഇത് വായിച്ചപ്പോൾ, തിരുവാചകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ നിത്യാനുയാത്ര എന്ന സോമിനി കൃഷ്ണമയി രാധാദേവിയുടെ പുസ്തകത്തിലെ ഒരു സംഭവമാണ്. അതിലെ കഥാനായകൻ നിത്യചൈതന്യയതിയാണ്. ഞാനത് കൃഷ്ണമയി രാധാദേവിയുടെ വാക്കുകളിൽ തന്നെ അത് അവതരിപ്പിക്കാം. നോക്കൂ. ബോംബെയിൽ നടരാജഗുരുവിൻ്റെ നേതൃത്വത്തിൽ ചില അനുയായികൾ ഒരു വിദ്യാലയം നടത്തുകയുണ്ടായി. അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ നടരാജഗുരുവായിരുന്നു. അദ്ദേഹം വിദേശത്തേക്ക് പോയപ്പോൾ അതിൻ്റെ ചുമതല ഗുരു നിത്യചൈതന്യയതി ഏറ്റെടുത്തിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം മുട്ടിട്ട് കഴിഞ്ഞിരുന്നു. ഇനി ഞാൻ സോമിനി കൃഷ്ണമയി രാധാദേവിയുടെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുകയാണ്. അവിടെയുണ്ടായിരുന്ന ഒരു അധ്യാപിക ഗുരു നിത്യചൈതന്യയതിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. സീത എന്നാണ് അവരുടെ പേര്. പക്ഷേ നടരാജഗുരുവിൻ്റെ സമർത്ഥമായ ഇടപെടൽ കൊണ്ട് താൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടതായി ഗുരു നിത്യചൈതന്യ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ സന്യാസ ജീവിതത്തിൽ താൻ ഏതെങ്കിലും ഊരാക്കുടുക്കിൽപ്പെട്ടാൽ നടരാജഗുരു അവിടെ പ്രത്യക്ഷപ്പെട്ട് തന്നെ രക്ഷിക്കുമായിരുന്നുവെന്ന് ഗുരുനിത്യ നന്ദിയോടെ സ്മരിക്കുകയായിരുന്നു. ഒരിക്കൽ നടരാജഗുരുവിനോട് എന്തുകൊണ്ടാണ് എന്നോടിങ്ങനെ കർശനമായി പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ പേര് നടരാജൻ എന്നാണെന്നും തൻ്റെ കടമ മാത്രമേ താൻ ചെയ്യുന്നുള്ളൂ എന്നും അദ്ദേഹം നൽകിയ മറുപടി. നടരാജഗുരുവിൻ്റെ ഇടപെടൽ മൂലം ഏതെങ്കിലും പദ്ധതിയിൽ നിന്ന് പിന്തിരിഞ്ഞേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമായ മറ്റേതെങ്കിലും ഒരു പദ്ധതിയിലേക്കാണ് തന്നെ കൊണ്ടുപോയുള്ളതെന്ന് ഗുരു നിത്യചൈതന്യ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സീത വിവാഹിതയായി ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ആരോ പറഞ്ഞറിഞ്ഞു. വിവാഹിതയായില്ല, മരിച്ചു പോയെന്ന് വേറൊരാൾ എന്നോട് പറഞ്ഞു. എന്നാൽ ഗുരു ഏതായാലും മരിച്ചു പോയിരിക്കാമെന്ന് ഗുരുവും കരുതി. എന്നാൽ 25 വർഷങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിൽ വച്ച് സീതയെ ഗുരു വീണ്ടും കണ്ടുമുട്ടുകയുണ്ടായി. ആ രംഗം സോമിനി കൃഷ്ണമയി രാധാദേവി അവരുടെ വാക്കുകളിൽ വിവരിക്കുകയാണ്. ഗുരു ന്യൂയോർക്കിൽ ഗംഗാധരൻ്റെ വീട്ടിലായിരുന്നു താമസം. ഒരു ദിവസം ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഗംഗാധരൻ പറഞ്ഞു, ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീയുടെ ഫോൺ വൈകിട്ട് വന്നിരുന്നു. പേരും അഡ്രസ്സും ഒന്നും പറഞ്ഞില്ല. നാളെ രാവിലെ വരുമെന്ന് മാത്രം പറഞ്ഞു. പറഞ്ഞിരുന്നത് പോലെ പിറ്റേന്ന് രാവിലെ അവർ വന്നു. പഞ്ചാബി വേഷത്തിൽ തടിച്ചു കുറുകിയ ഒരു സ്ത്രീ വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. തികച്ചും അപരിചിതരെ പോലെ രണ്ടുപേരും കുറച്ചു നേരം നോക്കി നിന്നു. കുറച്ച് നിമിഷങ്ങൾ കടന്നു പോയപ്പോൾ സിയ എന്ന് അവർ ഗുരുവിനെ അഭിസംബോധന ചെയ്തു. 35 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു സിയ ഉൽ ഹക്ക് എന്ന തൂലികാ നാമത്തിൽ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. പക്ഷേ പിന്നീട് പാകിസ്ഥാനിലെ പ്രസിഡൻറ്റിൻ്റെ പേര് സിയ ഉൽ ഹക്ക് എന്നാണെന്ന് അറിഞ്ഞതോടെ ഗുരു ആ തൂലികാ നാമം ഉപേക്ഷിച്ചു. ദൈവത്തിൻ്റെ പ്രകാശം അഥവാ നിത്യ ചൈതന്യം എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ആ പേരാണ് സീത ഗുരുവിനെ ഇപ്പോൾ വിളിച്ചത്. പഴയ സ്നേഹിതയെ കണ്ടിട്ട് മനസ്സിലാകാതിരുന്ന ഗുരുവിന് അവരുടെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി. ബോംബെയിൽ വച്ച് യാത്ര പറഞ്ഞു പോയതിന് ശേഷം പല രാജ്യങ്ങളിലായി അച്ഛനെ ശുശ്രൂഷിച്ച് കഴിയുകയായിരുന്നു എന്നും 4 മാസം മുമ്പ് അച്ഛൻ മരിച്ചെന്നും അവർ പറഞ്ഞു. ഇനി തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർക്കണങ്ങൾ ധാരധാരെ ഒഴുകിയിരുന്നു. അപ്പോഴേക്കും വേറെ സന്ദർശകർ വന്നുകൊണ്ട് അവർ ധൃതിയിൽ യാത്ര പറഞ്ഞു പോയി.
അവൾ വിവാഹിതയായില്ലെന്നും 25 വർഷം അച്ഛനെ ശുശ്രൂഷിച്ച് കഴിയുകയായിരുന്നുവെന്നും അറിഞ്ഞപ്പോൾ ഗുരുവിന് വിഷമം തോന്നി. ഗുരുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പത്രത്തിൽ നിന്നറിഞ്ഞ സ്ഥലം അന്വേഷിച്ച് അവർ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയതായി ഗുരു പറഞ്ഞു. പിന്നീട് ഗുരു വാർദ്ധക്യത്തിലെത്തിയപ്പോൾ സീതയും ഊട്ടിയിൽ വന്ന് താമസിക്കുമായിരുന്നു. രാവിലെ ഗുരുവിനോടൊപ്പം നടക്കാൻ പോകാനും ഗുരുവിൻ്റെ ക്ലാസ് കേൾക്കാനുമൊക്കെ എപ്പോഴും സീത മുന്നിലുണ്ടായിരുന്നു. പിന്നെ ആ സംഭവം അവസാന രംഗം വർണ്ണിക്കണം. എല്ലാവരിലും സർവചരാചരങ്ങളിലും ഈശ്വരൻ കാണുന്ന ഗുരു സീതയിലും അതുതന്നെയാണ് കണ്ടത്. മറ്റുള്ളവർ എന്ത് കരുതുമെന്നത് ഗുരുവിന് വിഷയമേ ആയിരുന്നില്ല. ആരെയും വിഷമിപ്പിക്കാതെ ജീവിക്കുക തന്നെ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അവരെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് ഗുരു ചിന്തിച്ചു. ഏത് മാനസികാവസ്ഥയിലുള്ളവരെയും സ്നേഹത്തോടെയും അനുതാപത്തോടെയും ചേർത്ത് നിർത്താൻ ഗുരു എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല, ആ പ്രേമത്തെ ആത്മപ്രേമത്തിലേക്ക് നയിക്കാൻ ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ടാകാം. ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഗുരുവിനറിയാമായിരുന്നു. അപ്പോൾ ഗുരു നിത്യചൈതന്യതി സ്ത്രീയെ ആത്മീയ പ്രേമത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹാലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതാണ് ശിവപാർവതിമാരുടെ ജീവിതത്തിലും സംഭവിച്ചത്. പാർവതീദേവി പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തതിന് ശേഷം മാത്രമേ ശിവനെ ഭർത്താവായി സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. മാംസനിബദ്ധമായ രാഗം പിന്നീട് അലൗകിക പ്രേമമായിട്ട്, ജീവാത്മ പരമാത്മ ശക്തി ശിവ പ്രേമമായിട്ട് ഉരുത്തിരിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് തന്നെയാണ് നിത്യചൈതന്യയുടെ ജീവിതത്തിൽ നാം കാണുന്നത്.